അപ്പോൾ നോക്കുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതറിയാവുന്ന ഒരാൾക്ക് നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യമാണ്. നോക്കുക, എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. അപ്പൊ നോക്ക്, ഇവിടെ മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് മെഷർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ടേംസിലാണ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലോ മെഷേർഡ് ഇൻ പേഴ്സണൽ ഫുൾഫിൽമെന്റ് ടേംസ്, അല്ലെ? അതായത് നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ ടേംസ് അല്ലെങ്കിൽ ഒരു പണം അല്ലെങ്കിൽ പണപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അല്ലെ? അടുത്ത് നോക്കുക, ദീസ് ആക്ഷൻസ് ആഡ് വാല്യൂ ടു ദി നാഷണൽ ഇൻകം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഏർണിങ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസ് എന്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്? നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെ? അതായത് രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിലേക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഡു നോട്ട് ആഡ് വാല്യൂ ടു ദി നാഷണൽ ഇൻകം, അല്ലെ? നമ്മളിപ്പോ പിന്നെ ഞാനൊരു ടീച്ചർ ആണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അവിടെ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യോ? ഇല്ല, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, ഡു നോട്ട് ആഡ് വാല്യൂ ടു ദി നാഷണൽ ഇൻകം. അടുത്ത നോക്കൂ, എക്സാമ്പിൾസ്. നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ, ലോയർ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇവരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, അല്ലെ? ഇവിടെ നോക്കൂ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന് നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? എ ടീച്ചർ ടീച്ചിങ് ഹെർ സൺ, അല്ലെ? ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ മകന് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അവിടെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ടീച്ചറിന് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അത് അയാളുടെ പേഴ്സണൽ തിങ്സ് ആണ്, അല്ലെ? അതേപോലെ തന്നെ ഒരു ഡോക്ടർ എന്ത് ചെയ്യാണ്? ഒരു പുവർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഒരു ഫീ ഒന്നും കൂടാതെ കൺസൾട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെയും എന്താണ്? അവിടെ അയാൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് അയാൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അടുത്തൊരു ഡിഫറൻസ് നോക്കൂ, ഫിനാൻഷ്യൽ മോട്ടീവ് ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ മെഷർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ മെഷർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അവിടെ ഒരു മണി ഏൺ ചെയ്യുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മോട്ടീവ് ആണ്. മണി അല്ലെങ്കിൽ ഫണ്ട് മോട്ടീവ് ചെയ്തു അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കുക, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഡിഫറൻസ് നോക്കൂ. അവിടെ സോഷ്യൽ ആൻഡ് മെന്റൽ നീഡ്സ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംതൃപ്തിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറൊരാളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങളും അതൊക്കെയാണ് ആ ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാള് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാം, കാരണം ഇതൊരു പല ടൈപ്പ് അല്ലെങ്കിൽ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്? ഇത്രയേ ഉള്ളൂ. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മണി ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത് അവിടെ എന്താണ്? അവിടെ നമ്മുടെ മെന്റൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മണി ഏണിങ് എന്നുള്ള ഒരു ഇതില്ല, അല്ലെ? മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ.
നോക്കുക, അടുത്തൊരു ടോപ്പിക് നോക്കുക, സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിലെ 3 സെക്ടറുകളാണ് വരുന്നത്. ഒന്നാമത്തെ സെക്ടർ പ്രൈമറി എക്കണോമിക് സെക്ടർ, രണ്ടാമത്തത് സെക്കൻഡറി എക്കണോമിക് സെക്ടർ, മൂന്നാമത്തത് ടെറിറ്ററി എക്കണോമിക് സെക്ടർ. നമുക്ക് ഈ ഒരു സെക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ അറിയാം അല്ലേ. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് പ്രൈമറി എക്കണോമിക് സെക്ടർ, എന്താണ് സെക്കൻഡറി ആൻഡ് തേർഡ് ടെറിറ്ററി. പ്രൈമറി എക്കണോമിക് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, വിഡ്രോവിങ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലേ. അതായത് നമുക്ക് ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വിഡ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ നേച്ചറിൽ നിന്നുള്ള അല്ലെങ്കിൽ നമുക്ക് മൈനിങ് അങ്ങനെയൊക്കെ ഖനനം ചെയ്യുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്, എക്സ്ട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുകയാണ് അല്ലേ. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെ വേർതിരിച്ചെടുക്കുന്ന സെക്ടറാണ് എന്ത്, പ്രൈമറി എക്കണോമിക് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട് അല്ലേ, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് പ്രൈമറി സെക്ടറിൽ വരുന്ന എക്സാമ്പിൾ ആണ്. ഇനി നമ്മളത് എന്ത് ചെയ്യും, ആ ക്രൂഡ് ഓയിലിനെ നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് പെട്രോള് അല്ലെങ്കിൽ ഡീസൽ അങ്ങനെയുള്ള മറ്റു ഇന്ധനങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേർതിരിച്ചെടുക്കും അല്ലേ. അപ്പോൾ അതാണ് പ്രൈമറി എക്കണോമിക് സെക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് വിഡ്രോവിങ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലേ. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വിഡ്രോവിങ്, നമ്മളത് എന്ത് ചെയ്യാണ്, വേർതിരിച്ചെടുക്കുകയാണ്. അത് നേച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ. അതായത് നമ്മുടെ പ്രൈമറി എക്കണോമിക് സെക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് നേച്ചറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേർതിരിച്ചെടുക്കുന്നതും അല്ലെങ്കിൽ പുറത്തെടുക്കുന്നതൊക്കെ അല്ലേ. ഇതിന് എക്സാമ്പിൾ നോക്കൂ, അഗ്രികൾച്ചർ, ഫിഷറി, ഹണ്ടിങ് ആൻഡ് മൈനിങ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി എക്കണോമിക് സെക്ടറിന്റെ എക്സാമ്പിൾസ്. അടുത്ത് നോക്കൂ, സെക്കൻഡറി അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, പ്രൈമറി എക്കണോമിക് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വേർതിരിച്ചെടുത്തു. ഇനി അതെന്ത് ചെയ്യണം, ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടക്കണം, ഒരു ഗുഡ്സ് ആക്കിയിട്ട് അതിന് ആ ഒരു വേർതിരിച്ചെടുത്ത ആ ഒരു സാധനത്തിന് നമുക്ക് വാല്യൂ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ ഒരു സാധനത്തിനെ നമ്മളൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ക്ലോത്ത്സ്, അതായത് നമ്മളെ നേച്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോട്ടണിൽ നിന്ന് അല്ലെങ്കിൽ പരുത്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വസ്ത്രങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അപ്പൊ അങ്ങനെ എങ്കിൽ ഒരു വെറും പരുത്തിയായി അല്ലെങ്കിൽ പരുത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഇല്ല, ഉണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പരുത്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോത്ത്സ്, വിവിധ വസ്ത്രങ്ങൾ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ രൂപകൽപ്പന ചെയ്യുമ്പോഴാണ് ആ ഒരു പരുത്തിക്ക് അവിടെ വാല്യൂ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി എക്കണോമിക് സെക്ടറിൽ പറയുന്നത് ആഡ് വാല്യൂ ടു നാച്ചുറൽ റിസോഴ്സസ് ബൈ ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു വാല്യൂബിൾ പ്രോഡക്ട്സ് അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈമറി സെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിന് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതൊരു വാല്യൂബിൾ പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു അല്ലേ. അപ്പൊ നോക്കൂ, മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് അല്ലെ, ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി പ്രോസസ് നടക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ, ക്ലോത്ത്സ് മെയ്ഡ് ബൈ ദി റോ മെറ്റീരിയൽസ് ഓഫ് കോട്ടൺ, ജൂട്ട് എക്സെട്ര. അങ്ങനെ പല, അതായത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പല രീതിയിലുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ അതാണ് സെക്കൻഡറിയിൽ പറയുന്നത്. അടുത്ത് നോക്കൂ, ടെറിറ്ററി. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈമറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിച്ചു, നമുക്ക് ആവശ്യമായിട്ടുള്ള സംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമുക്ക് ലഭിച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെക്കൻഡറി സെക്ടറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ഇനി നമ്മൾ ബിസിനസ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ അത് വെച്ചിരുന്നാൽ മതിയോ, നമ്മൾ എന്ത് ചെയ്യണം, അത് വിൽക്കണം അല്ലെ. അപ്പൊ ടെറിട്ടറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ജനറേറ്റിംഗ് ഓർ പ്രോസസിംഗ് ഓഫ് വേരിയസ് സർവീസസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി അല്ലെ.
അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസിനെയൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ ആ പ്രോസസ്സിങ്ങിനെയൊക്കെ ഈസി ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ, അത് ഈസി ആയിട്ട് അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ വിവിധ രീതിയിലുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സർവീസുകൾ നമുക്ക് ആവശ്യമാണ് അല്ലേ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് അല്ലേ. അതായത് ഇത്തരത്തിലുള്ള ടെറിട്ടറി സർവീസസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ബാക്കി 2 സെക്ടറുകളെയും നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിവിധ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് വേണം, വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് വേണം, അതേപോലെ തന്നെ ബാങ്കിങ് ഫണ്ട് വേണം, ഇൻഷുറൻസ് വേണം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് വേണം. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സർവീസസുകൾ നമുക്ക് വേണം. ആ സർവീസസുകൾ അടങ്ങിയിട്ടുള്ള സെക്ടറാണ് എന്ത്, ടെറിട്ടറി സെക്ടർ അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് വിൽക്കണം എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സർവീസസുകൾ വേണം. അപ്പോൾ അതാണ് ഈ ടെറിട്ടറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. അതായത് അവിടെ പറയുന്നത് എന്താണ്, ഫെസിലിറ്റേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി അല്ലെ. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസിലെ ഫങ്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെറിറ്ററി സെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു സെക്ടേഴ്സിനെ നമുക്കൊരു ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. അതായത് ഇവിടെ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, റോ മെറ്റീരിയൽസ് ആണ് അല്ലെ, റോ മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിന്, സെക്കൻഡറി സെക്ടറിൽ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊഡക്ഷൻ അല്ലെ, മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് അല്ലെ. എന്നിട്ട് എന്താണ് ടെറിട്ടറി സെക്ടറിൽ ഇവിടെ എന്താണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് വിൽക്കും വേണം അല്ലെ. അപ്പൊ ഇവിടെ ടെറിട്ടറി സെക്ടറിൽ നമുക്ക് സെല്ല് ഇങ്ങനെ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. പ്രൈമറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നു, സെക്കൻഡറിയിൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തുന്നു, മൂന്നാമത്തത് സെല്ല് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഈ 2 പ്രോസസ്സും നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെറിട്ടറി സെക്ടർ അല്ലെങ്കിൽ സേവനങ്ങളുടെ ആവശ്യകത നന്നായിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും നമ്മുടെ ബാങ്കിങ് ആയിട്ടുണ്ടെങ്കിലും വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ടെറിട്ടറി സെക്ടറിൽ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് സെക്ടേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എഴുതുക. ഓക്കെ, അടുത്തൊരു സെക്ഷൻ നോക്കുക, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റീസുകളാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലേ. അപ്പൊ ഇതിലൊക്കെ എന്താണ്, ഈ ആക്ടിവിറ്റീസുകളൊക്കെ എന്താണ്, നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, മണി ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ 3 പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്താണ്, മണി ഏൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് നോക്കുക, ബിസിനസ്. എന്താണ് ബിസിനസ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രോഫിറ്റ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് വിളിക്കാം, ബിസിനസ് എന്ന് വിളിക്കാം. അതായത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെ. നമുക്ക് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഈസ് അച്ചീവ്ഡ് ബൈ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് വാണ്ട് സാറ്റിസ്ഫൈങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഡിമാൻഡുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷനും എക്സ്ചേഞ്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നത് അല്ലേ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് നിർമ്മാണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ. ഇപ്പൊ സർവീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഫീൽഡ് അല്ലെ, ഇൻഷുറൻസ് ഫീൽഡ്, ഇതൊക്കെ എന്താണ്, ബിസിനസ് ആണ് അല്ലെ, സർവീസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. പ്രൊഡക്ഷൻ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ടൈപ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കൺസ്യൂമർ ഗുഡ്സിന്റെ
പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഇതൊരു ബിസിനസ്സാണ് അല്ലേ. അതേപോലെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഇതൊരു ബിസിനസ്സാണ് അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ വരുന്നത്. അടുത്ത് നോക്കുക പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an activity which involve providing personalized services of specialized nature based on professional knowledge, education and training. അല്ലെ, ഒരു പ്രൊഫഷണൽ നോളജും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് സർവീസിനെയാണ് അല്ലെങ്കിൽ സർവീസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വഴി കണ്ട ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റുമോ? ഇല്ല. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ, അതിന് പ്രൊഫഷണൽ എക്സാമ്പിൾ ആണ് ഡോക്ടർ, ലോയർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഒരു ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പഠിക്കണം, അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. അതേപോലെ തന്നെ ഒരു ബോഡി ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രൊഫഷണൽ ബോഡി കണ്ടക്ട് ഉണ്ടാവും, അത് ഫോളോ ചെയ്യണം അല്ലെ. പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർ ആവണം. അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അച്ചീവ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഫഷൻ എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അവിടെ എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് ബേസ്ഡ് ഓഫ് പ്രൊഫഷണൽ നോളജ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത് മസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ആ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ്, ലോയർ, എഞ്ചിനീയർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത് നോക്കൂ എംപ്ലോയർ. എംപ്ലോയർ അല്ലെങ്കിൽ നമ്മളിപ്പോ കാണാം ഒരു എംപ്ലോയ്മെന്റ് എന്നാണ് അടുത്തൊരു കാറ്റഗറിയാണ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് അല്ലെ. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു എംപ്ലോയറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയി എന്ന് വിളിക്കാം. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അയാൾക്ക് ഇപ്പൊ അതായത് ഒരു എംപ്ലോയറിന്റെ കീഴിൽ അയാൾ അത്തരത്തിലുള്ള ഒരു സർവീസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? സാലറി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ വേജസ് ആയിട്ട് ഒരു റെമ്യൂണറേഷൻ ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും? ഒരു എംപ്ലോയറിന്റെ കീഴിൽ അയാൾ വർക്ക് ചെയ്യുന്നു. അതായത് എനി ആക്ടിവിറ്റി അസൈൻഡ് ടു എ പേഴ്സൺ ബൈ ദി എംപ്ലോയർ അണ്ടർ ആൻ അഗ്രിമെന്റ് ഓർ റൂൾസ് ഓർ സർവീസസ് അല്ലെ. അതായത് എംപ്ലോയർ നൽകുന്ന അഗ്രിമെന്റിന്റെ ബേസിൽ അല്ലെങ്കിൽ എംപ്ലോയർ കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അണ്ടറിൽ ഒരു വ്യക്തി അയാൾ സം ടൈപ്സ് ഓഫ് മണി ഏണിങ്സിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? സർവീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ 3 കാറ്റഗറീസിന്റെയും പ്രധാന ലക്ഷ്യം എന്താണ്? മണി ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കമ്പാരിസൺ നിങ്ങളോട് പല രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെയാണെങ്കിൽ അത് എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി ഡിഫറൻസസ് അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലെ. അപ്പം ശ്രദ്ധിക്കാം, ബിസിനസ് എന്താണ്? മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് മോഡ്. ബിസിനസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മോഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക? അതായത് ഓൺട്രപ്രണേഴ്സ് ഡിസിഷൻ അല്ലെ. അതായത് ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന്റെ ഡിസിഷൻ അനുസരിച്ചാണ് അവിടെ ഒരു ബിസിനസ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് അല്ലെ. ഒരു ഓൺട്രപ്രണർ അയാളുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാപിറ്റലും ആവശ്യത്തിന് ബിസിനസ് ചെയ്യേണ്ട നോളജും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ട ആശയങ്ങൾ ഒക്കെ അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഒരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഒരു ഓൺട്രപ്രണറിന്റെ ഡിസിഷനാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓൺട്രപ്രണർ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാവുന്നു. അടുത്ത് നോക്കുക പ്രൊഫഷൻ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അല്ലെ. അതായത് ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ എന്തുണ്ട്? അയാൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫീൽഡിൽ അയാൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അയാൾ മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറി അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക്
MBBS എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അയാൾ പ്രാക്ടീസ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം എന്തും കൂടെ വേണം, മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി അല്ലെ. അതായത് ഒരു ഡോക്ടേഴ്സ് അസോസിയേഷനിലൊക്കെ അയാൾ എന്തായിരിക്കണം, അയാൾക്ക് അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അടുത്ത് നോക്ക് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എങ്ങനെയാണ് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നത്? അയാൾക്ക് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയാൽ മാത്രമേ അയാൾക്ക് എംപ്ലോയ്മെന്റ് എന്നുള്ള ആ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് അയാൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മോഡ് എന്ന് പറയുന്നത്. അടുത്തൊരു കമ്പാരിസൺ നോക്കുക, നേച്ചർ ഓഫ് വർക്ക് അല്ലെ. ബിസിനസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വർക്കാണ്, അവിടെ എന്താണ് ബിസിനസ്സിൽ എന്ത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള വർക്കാണ് അവിടെ ചെയ്യുന്നത്? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദി പബ്ലിക് അല്ലെ. പബ്ലിക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് ബിസിനസ്സിൽ നടക്കുന്നത്. അടുത്ത് നോക്കൂ പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ്. അവിടെ എന്താ ചെയ്യുന്നത്? അയാൾ ഏത് മേഖലയിലാണ് അയാളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് ഫീൽഡിലാണ് അയാളുടെ എന്താണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചിരിക്കുന്നത്, ആ കീഴിലുള്ള വർക്കാണ് അയാൾ അവിടെ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ലോയർ ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാള് കോടതിയിൽ അല്ലെങ്കിൽ കോർട്ടിൽ പോയിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നതാണ് അയാളുടെ ആക്ടിവിറ്റി. ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? കൺസൾട്ടേഷൻ നടത്തുന്നു അല്ലെ. അപ്പോൾ ഏത് ഫീൽഡിലാണോ അയാളുടെ പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്ടൈസ് തെളിയിച്ചിട്ടുള്ളത്, ആ ഫീൽഡിലുള്ള വർക്കാണ് അയാൾ അവിടെ ചെയ്യുന്നത്. അടുത്ത നോക്കൂ എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് അവിടെ ഏത് ടൈപ്പ് ഓഫ് വർക്കാണ് ചെയ്യുന്നത്? പെർഫോമിംഗ് വർക്ക് ആസ് എ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് എംപ്ലോയർ അല്ലെ. അതായത് ഒരു എംപ്ലോയർ കൊണ്ടുവന്നിട്ടുള്ള എഗ്രിമെന്റിന്റെയും റൂൾസിന്റെയും റെഗുലേഷന്റെ ഒക്കെ അണ്ടറിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ എംപ്ലോയർ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അടുത്ത നോക്കുക ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. അതായത് ബിസിനസ്സിൽ എന്ത് വേണ്ട, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യകത ഇല്ല അല്ലെ. ഏതൊരു വ്യക്തിക്കും ആൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ടും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. എന്നാൽ പ്രൊഫഷൻ അങ്ങനെയാണോ? അല്ല. എന്താണ്? അതായത് ഏത് ഫീൽഡിലാണോ അയാൾക്ക് പ്രൊഫഷൻ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടേണ്ടത്, ആ ഒരു ഫീൽഡിൽ അയാൾക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ എക്സ്പീരിയൻസും അയാൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അയാൾ എക്സ്പെർട്ടൈസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഫഷൻ എന്നുള്ള വർക്ക് അയാൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്ത് നോക്കുക എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസും അയാൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് യോജിച്ച ആൾക്കാരെയാണ് ഈ എംപ്ലോയർ എന്ത് ചെയ്യുന്നത്? ജോലി കൊടുക്കുന്നത്. അപ്പോൾ എംപ്ലോയർ നിർദ്ദേശിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ, എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. അതേപോലെ തന്നെ നോക്കുക റിവാർഡ്. ഇപ്പൊ നമുക്കറിയാം ഈ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഒക്കെ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അവിടെ ഏതെങ്കിലും മണി ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പേരിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? മണി കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക റിവാർഡ് ആയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസിന് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അടുത്ത നോക്കുക പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ എന്നുള്ള ആക്ടിവിറ്റിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഡോക്ടർ ഒരു കൺസൾട്ടേഷൻ നടത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ഫീസ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് അയാളുടെ കൺസൾട്ടേഷൻ നടത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഫീസ് ആണ്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന മണിയെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കൂ എംപ്ലോയ്മെന്റിന് കിട്ടുന്ന റിവാർഡിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അവിടെ സാലറി അല്ലെങ്കിൽ വേജസ് അല്ലെ. അപ്പോൾ റിവാർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കുക ബിസിനസ്സിന് കിട്ടുന്ന ഫോം ഓഫ് മണി എങ്ങനെയാണ്? പ്രോഫിറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പ്രൊഫഷന് കിട്ടുന്ന ഫോം ഓഫ് മണി ഏത് പേരിലാണ്? ഫീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റിന് കിട്ടുന്ന ഇതെങ്ങനെയാണ്? സാലറി വേജസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് നോക്ക് റിസ്ക്.
നമുക്കറിയാം ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു മേഖലയാണ് അല്ലേ. കാരണം എന്താണ്, നമുക്ക് ചില സമയത്ത് നല്ല ലാഭം കിട്ടും, ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല അല്ലെ, എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവചിക്കാൻ കഴിയില്ല ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ റിസ്കി ആണ് അല്ലെ. അതേപോലെ തന്നെ പ്രൊഫഷൻ നോക്കുക, പ്രൊഫഷൻ എങ്ങനെയാണ്, അയാളുടെ കഴിവിനനുസരിച്ച് ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൺസൾട്ടേഷൻ കിട്ടും, അപ്പൊ കൂടുതൽ ഫീ കിട്ടും അല്ലെ. ചില സമയത്ത് അങ്ങനെ ഒരു റെഗുലർ ഫീസ് അയാൾക്ക് കിട്ടുന്നുണ്ടോ, ഇല്ല അല്ലെ. അത് അയാൾ ചില സമയത്ത് ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് കൂടുതൽ പേഷ്യൻസ് വരും, ചിലപ്പോൾ ഒട്ടും പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തൊരു റെഗുലർ ഫീ അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഫഷൻ എന്നുള്ള മേഖല റിസ്കിയാണ് അല്ലെ, കുറച്ച് റിസ്കി ആയിട്ടില്ല. എന്നാലും ബിസിനസിന്റെ അത്ര റിസ്കി ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് റിസ്ക് ഉണ്ട്. അടുത്ത് നോക്കുക എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ ആയിട്ട് സാലറി ആയിട്ടോ അല്ലെങ്കിൽ വേജസ് ആയിട്ടോ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തില്ല, റിസ്ക് ഇല്ല. അടുത്ത് നോക്കുക കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ. നമുക്കറിയാം ബിസിനസ്സിന് അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ പ്രൊഫഷണലൈസ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റിൽ എങ്ങനെയാണ്, എംപ്ലോയർ കൊണ്ടുവരുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആര് ഫോളോ ചെയ്യേണ്ടി വരും, എംപ്ലോയി ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിലെ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിലുടനീളം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ബിസിനസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് അല്ലെ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്? ഒന്നാമത്തെ ഫീച്ചർ നോക്കുക, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഡീലിങ്സ് ആണ് എവിടെ നടക്കുന്നത്, ബിസിനസ്സിൽ നടക്കുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ആവാം, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആവാം. സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസസ്, ഇതൊക്കെയാണ് എന്ത്, സർവീസസ്. അതേപോലെ തന്നെ അടുത്ത് നോക്കുക പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് അല്ലേ. അപ്പോൾ ഗുഡ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ പ്രൊഡക്ഷൻ നടക്കണം, അതിന്റെ എക്സ്ചേഞ്ച് നടക്കണം അല്ലേ. അപ്പോൾ അതും ബിസിനസിന്റെ ഒരു ഫീച്ചറാണ്. അടുത്ത നോക്കുക കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി. നമ്മളൊരു സിംഗിൾ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ആക്ടിവിറ്റി, അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഒരൊറ്റ പ്രാവശ്യം മാത്രം വിൽപ്പനയ്ക്ക് വെക്കുകയാണ്, പിന്നീട് നമ്മൾ അത് വിൽപ്പനയ്ക്ക് വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയില്ല, ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ വാങ്ങലും വിൽപ്പനയും അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനും എക്സ്ചേഞ്ചിങ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത് നോക്കുക പ്രോഫിറ്റ് മോട്ടീവ്. നമുക്കറിയാം ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ മേക്കിംഗ് പ്രോഫിറ്റ് ആണ് അല്ലെ. അതായത് മേക്കിംഗ് പ്രോഫിറ്റ് എന്ന ലക്ഷ്യം വെക്കാത്ത ഒരു ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് വിളിക്കാൻ കഴിയില്ല, ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയില്ല. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലക്ഷ്യം മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏർണിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയില്ല, ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയില്ല. അടുത്ത നോക്കൂ എലമെന്റ്സ് ഓഫ് റിസ്ക് അല്ലെ. ഏറ്റവും കൂടുതൽ റിസ്ക് അടങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ് എന്ത്, ബിസിനസ് അല്ലെ. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് വരാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സംഭവങ്ങളും, പല നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസ്കുകൾ വരാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹൈ റിസ്ക് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നോക്കുക അതിന്റെ ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്, ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെ. അപ്പോൾ അതുകൂടാതെ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ബിസിനസിന്റെ ഒബ്ജക്റ്റീവിനെ 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് എക്കണോമിക് ഒബ്ജക്റ്റീവ്, രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മെയിൻ ആയിട്ട് അതിൽ വരുന്നത്, ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെ. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന് ലക്ഷ്യം വെക്കാത്ത ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാവില്ല. അപ്പൊ നോക്കുക ഏർണിംഗ് ഓഫ് സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ് അല്ലെ. നമുക്ക്
സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അടുത്ത നോക്കുക, എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമർ. അല്ലേ? സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് എന്ത് ചെയ്യുക, ഏൺ പ്രോഫിറ്റിംഗിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്, മോർ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ന്യൂ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുമാണ് ബിസിനസിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. അല്ലെ? അതായത് നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു മോഡേൺ മാർക്കറ്റിലാണ്. ഇപ്പൊ ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അല്ലെ? അതേപോലെ തന്നെ നോക്കുക, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അപ്പോൾ അടുത്തൊരു എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണ് ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അടുത്ത് നോക്കുക, മേക്കിംഗ് ഇന്നോവേഷൻ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രോഡക്ട്സിലും, അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു യുണീക്ക് നമ്മുടെ പ്രോഡക്ട്സിന് ഉണ്ടാവണമെങ്കിൽ അതിന് നമ്മൾ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ നോക്കും. അല്ലേ? അപ്പം ഇതൊക്കെയാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഇപ്പം ഈ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ ഏർണിംഗ് പ്രോഫിറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ കൈവരിക്കുന്നത്. അടുത്ത് നോക്കുക, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതോടൊപ്പം തന്നെ ബിസിനസ്സിന് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യണം. അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കുക. ഇവിടെ നോക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വരികയാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്, സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നല്ല കാര്യമാണ്. അല്ലെ? അതേപോലെ തന്നെ അവിടെ നോക്കൂ, സപ്ലൈ ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. നമ്മുടെ ബിസിനസ് നിന്നു പോവണം എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയെ കൂടി നമ്മൾ സംതൃപ്തിപ്പെടുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യണം. അത് ആരുടെ ലക്ഷ്യമാണ്, ബിസിനസിന്റെ ലക്ഷ്യമാണ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന കാര്യമാണ്. അടുത്ത് നോക്കുക, പ്രൊവൈഡിങ് ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. അല്ലെ? നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ഒരു ന്യായമായ വിലക്ക്, ഒരു റീസണബിൾ പ്രൈസിൽ എന്ത് ചെയ്യുക, വിൽക്കുക. അടുത്ത് നോക്കുക, അവോയ്ഡൻസ് ഓഫ് അൺഫെയർ പ്രാക്ടീസസ്. അല്ലെ? അതായത് നമ്മുടെ സൊസൈറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അല്ലെ? ഇപ്പൊ നമ്മൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വല്ല മലിനജലം, കൂടുതൽ മാലിന്യങ്ങൾ പുറത്ത്, അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് ഹാനികരമാവുന്ന രീതിയിലൊക്കെ പുറം തള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകൾ വിൽപ്പനയ്ക്ക് വെക്കുക. അപ്പൊ അത്തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യുക, ബിസിനസ് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത് നോക്കുക, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. അല്ലെ? ഈ ഹ്യൂമൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസ്, ആ എംപ്ലോയീസിന്റെ എക്കണോമിക് വെൽബീയിങ്, അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, ഡെവലപ്മെന്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പരിഗണന അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു സാലറി അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ എക്കണോമിക് വെൽബീയിങ് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ എന്താണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ഹെഡിങ് വൈസ്, പോയിന്റ് വൈസ് എഴുതണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അല്ലേ? നമുക്കിവിടെ 4 ഫോംസുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരു സിംഗിൾ പേഴ്സൺ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ ആ ഒരു ഫോം ഓഫ് ബിസിനസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ അടുത്ത് നോക്കുക, പാർട്ട്ണർഷിപ്പ്. രണ്ടാമത്തേതാണ് പാർട്ട്ണർഷിപ്പ്. അതായത് 2 അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് നമുക്ക് എന്ത് വിളിക്കാവുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കുക, കമ്പനീസ്. കമ്പനീസ് എന്താന്ന് നമുക്കറിയാം, അല്ലെ? അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത് നോക്കുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അല്ലെ?
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്? സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ഒരു ചാപ്റ്റർ ഇത് എന്താ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് വരുന്ന ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്തത് നോക്കുക, ഇൻഡസ്ട്രി. ഇതിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഇൻഡസ്ട്രി. വാട്ട് ഈസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രി ഈസ് ദി പാർട്ട് ഓഫ് ബിസിനസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് വാണ്ട് സാറ്റിസ്ഫൈങ് ഗുഡ്സ് ത്രൂ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ്. അല്ലേ? ഇപ്പം എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇൻഡസ്ട്രി എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്. അല്ലേ? അവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനും അതുമായ അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലേ? ഇവിടെ നോക്കുക, ഹ്യൂമൻ ബീയിങ്സ് എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് കം അണ്ടർ ഇൻഡസ്ട്രി. അല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്താണ് ഒരു ഗുഡ്സിൻ്റെ എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ്, കൺസ്ട്രക്ഷൻ ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി എന്നൊക്കെ വിളിക്കാം. അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഏരിയ ആണ് എന്ത്? ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അല്ലേ? പ്രൊഡക്ഷൻ ഓഫ് വാണ്ട് സാറ്റിസ്ഫൈങ് ഗുഡ്സ് ത്രൂ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ.